Good morning, friends. I am Dr. Divagaran, Cochin. സുപ്രഭാതം. 2026 ലോകജനതയുടെ ക്ലേശങ്ങളുടെ ഒരു വർഷമാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഈ വർഷത്തിൽ ഉണ്ടാകും. ഈ വർഷം ഭരിക്കുന്നത് സൂര്യനാണ്. സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജം, പ്രപഞ്ചത്തിൻ്റെ എല്ലാം സൂര്യനാണ്. സൂര്യനാത്മാവായിട്ടും പിതൃകാരകത്വമായിട്ടും ശരീരത്തിലെ ഹൃദയത്തിൻ്റെയും എല്ലുകളുടെയും കാരകത്വമൊക്കെ സൂര്യനാണ്. സൂര്യൻ ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ആരോഗ്യമുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിൽ സൂര്യനാണ് മഴ പെയ്യിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശത്താൽ, സൂര്യൻ്റെ വെളിച്ചത്തിൽ മേഘങ്ങളുണ്ടാകുന്നു. കാറ്റുണ്ടാക്കുന്നത് സൂര്യനാണ്. എന്നാൽ ഈ വർഷം 2 + 0 + 2 + 6 = 10. 0 has no value. 1 is ruled by sun. This year is very hot to the people of യൂറോപ്യൻ കൺട്രീസ്. ലോകരാഷ്ട്രങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അത്യുഷ്ണമുണ്ടാകും. സൂര്യനാണ് അത്യുഷ്ണമായ ആർക്കേന സഹിതം. അഗ്നിഗ്രഹങ്ങളായ 2 ഗ്രഹങ്ങളാണ് അഗ്നിഗ്രഹങ്ങളായിട്ടുള്ളത്. ഒന്ന് സൂര്യനാണ്, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണ്. മറ്റൊന്ന് ചൊവ്വയാണ്. ഈ സൂര്യൻ്റെ ഇതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയുടെ ഭാഗങ്ങളിലുമെല്ലാം അത്യുഷ്ണമുണ്ടാകുകയും അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തത്രയും രീതിയിൽ ഇംഗ്ലണ്ടിൽ പോലും ചൂടുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മറിച്ച് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും, ഡിസാസ്റ്റർ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ ഇവിടങ്ങളിലെല്ലാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രളയസമാനമായ ഫലങ്ങളുണ്ടാകുവാനായിട്ട് ഇടയുണ്ടാകും. പ്രതീക്ഷിക്കാത്തത്രയും മഴ ലഭിക്കുന്ന ഒരു വർഷമാണ് 2026. മേഘസ്ഫോടനങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഉത്തരാഖണ്ഡ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലും, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. ഹിമാചൽ പ്രദേശിലും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും. ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളായ ദാദർ, അതുപോലെ തന്നെ പൂന സ്ഥലങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇന്ത്യക്ക് വെളിയിൽ നേപ്പാളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. മറ്റു രാജ്യങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ഈ വർഷത്തിൽ 10-ലധികം പ്രാവശ്യം ഭൂകമ്പം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. അത്യുഷ്ണമയം അർക്കേന സഹിതം. അത്യുഷ്ണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് വ്യത്യാസം വരുവാനായിട്ട് ഇടയുണ്ട്. കാർബൺ മൂലകത്തിൻ്റെ ക്രമാതീതമായ വർധന ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും നാശത്തെ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് 2026. ഇറ്റലി, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ് ിലെല്ലാം അത്യുഷ്ണമുണ്ടാകുവാനും അവിടെയെല്ലാം ഉഷ്ണം മൂലം പോഷകങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ശരീരത്തിലാകട്ടെ സൂര്യനാണ് പിത്ത, ഉഷ്ണ, ജ്വര, താപ, ദേഹ, പതന, അപസ്മാരകൾക്കൊടജ വ്യാപിച്ച ദുഷ്മാൽ. സൂര്യൻ്റെ ഇതുകൊണ്ട് അത്യുഷ്ണമുണ്ടാകുകയും അതുമൂലം ലിവർ മുതലായിരിക്കുന്ന അവയവങ്ങൾക്ക് രോഗങ്ങളുണ്ടാകുവാനും ഇടവരും.
രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ ഇടവരും. രക്തസമ്മർദ്ദത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രന് ആണ് കർക്കിടക രാശിയുടെ ആധിപത്യം വഹിക്കുന്നത്. ചന്ദ്രനും ചൊവ്വയുമാണ് ഒരു വ്യക്തിക്ക് രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നത്. രക്തത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചൊവ്വയും ചന്ദ്രനും. ചൊവ്വയാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം. ജലാംശത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ചന്ദ്രൻ. അപ്പോൾ ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ കുറവ് സംഭവിക്കാൻ മൂലം ഡീഹൈഡ്രേഷൻ പോലുള്ള വിഷയങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്ക് അമിതമായിട്ടുണ്ടാകുകയും അവർക്ക് ഉഷ്ണരോഗങ്ങൾ ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് 2026. പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ എല്ലാം രാജ്യത്തിൻ്റെ ഉടനീളം ഉണ്ടാകും. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുകൾ, ഇന്ത്യ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ മുതലായ സ്ഥലങ്ങളിൽ, റഷ്യ, ഉക്രൈൻ, മിഡിൽ ഈസ്റ്റിൽ പെടുന്നതായ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ വർഷത്തിൽ ഭയത്തെ ഉളവാക്കുന്ന ഒരു സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. ഇറാൻ, ഇറാഖ് മുതലായിരിക്കുന്ന രാജ്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ അമേരിക്കയിലും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുവാനായിട്ട് ഇടവരും. ഇന്ത്യ ആകട്ടെ ആയുധങ്ങൾ ധാരാളം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകും. പാകിസ്ഥാനിലാകട്ടെ വരൾച്ച മൂലം അവർക്ക് വളരെ ദോഷഫലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടവരും. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഭാഗങ്ങളിലെല്ലാം ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ മൂലം പല സ്ഥലത്തും കുഴപ്പങ്ങളുണ്ടാകുന്ന ഒരു വർഷമാണ്. താങ്ക് യു വെരി മച്ച്.